പോലീസുകാരൻ എപ്പോഴെങ്കിലും ചായ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്ന പോലീസുകാർ പറയുന്ന ഒരു വാക്കും നിങ്ങൾക്ക് വിലയില്ല. സാർ ഇന്നലെ വാഗയാട് കണ്ട പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു കൂസലുമില്ല. വാഗയാടല്ലേ, എൻ്റെ ആടല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ബോധവൽക്കരണ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ തൽക്കാലത്തേക്ക് ഇന്ത്യ നന്നാക്കുവാനൊന്നും നിൽക്കണ്ടേക്ക്, അതിനെല്ലാം ഇവിടെ ആളുണ്ട്. നിങ്ങൾ കേരളം നന്നാക്കാൻ തീരെ നിൽക്കണ്ട, അതിനൊക്കെ ഇവിടെ മനുഷ്യന്മാരുണ്ട്. വാഗയാട് നന്നാക്കാൻ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ നന്നാക്കേണ്ടുന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടുന്നൊരു സ്ഥലമുണ്ട്. അത് നിങ്ങളെ സ്വന്തം വീടാണ്. നിങ്ങളെ വീട് സുരക്ഷിതമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാത്തിടത്തോളം കാലം ഈ സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിച്ച് നശിച്ചുപോയ മനുഷ്യനാണെങ്കിലും, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നശിച്ചുപോയ മനുഷ്യനാണെങ്കിലും, ആക്സിഡൻറ്റിൽപ്പെട്ട് കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യനാണ് എങ്കിലും എല്ലാവരും പറയുന്ന നല്ല കുട്ടിയേനും, നല്ലോണം പഠിക്കുവേനും, ഓൻ്റെ ബാപ്പ ഗൾഫിൽ നിന്ന് കുറേ ഉണ്ടാക്കിനേനും, ഓനങ്ങനെ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ലേനും, ഇങ്ങനെ കുറേ കില്ലേനും എന്നൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല. അവിടെയാണ് വിഷയം. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളതെന്നറിയോ, ഈ പറഞ്ഞ സംഗതികളെല്ലാം നിങ്ങളെ വീട്ടിൽ എപ്പാ വരുവാ നിങ്ങൾ ആലോചിച്ചോളി. നിങ്ങൾ അച്ഛൻ ഭയങ്കരമാണെന്ന് പറഞ്ഞാലും ഉമ്മ ഭയങ്കരമാണെന്ന് പറഞ്ഞാലും മക്കൾക്ക് A+ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. A+ കിട്ടിയ മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തൊട്ടിൽപ്പാലത്തിനടുത്ത് കുണ്ടുതോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇതേപോലെ സകല മനുഷ്യന്മാരും ഒന്നിച്ചുകൂടി ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തിയിരുന്നു 2-3 ആഴ്ച മുമ്പേ. ആ പോരാട്ടത്തിൽ ഇങ്ങനെ ഈ ഘോഷയാത്രയൊക്കെ ഇങ്ങനെ വന്ന്, ലഹരിക്കെതിരെയുള്ള പദയാത്രയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ 4-5 പോലീസ് വണ്ടി തലങ്ങും വിലങ്ങും ആ ടൗണിലൂടെ ചീറിപ്പായെന്ന് കണ്ടപ്പോൾ സകല മനുഷ്യന്മാരുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു അന്താളിപ്പുണ്ടായി. എല്ലാ മനുഷ്യരും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി എവിടെയാണ് പോലീസ് പോയതെന്ന് നോക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും മഹാനായ, ആ നാട്ടിലെ സകല മനുഷ്യന്മാർക്കും ദൈവത്തെ പോലെ കണക്കാക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്കാണ് പോലീസുകാർ ചീറിപ്പാഞ്ഞു പോയത്. അപ്പം എല്ലാവരും ചോദിച്ചു, പോലീസുകാർക്ക് പിന്നെയും വരാൻ നൽകിയ ആ മനുഷ്യൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യം എന്താ? ഓറെ സഹായം കിട്ടാത്ത ഏതെങ്കിലും ഒരാൾ ഈ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പോലീസുകാർ അതൊന്നും നോക്കാതെ ആ വീടിൻ്റെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താ പറയുന്നത്? കോഴിക്കോട് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉടുതുണിയില്ലാതെ ഒരു കട്ടിലിനോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്നു. ആ പെൺകുട്ടിയെ പരിപൂർണമായി നശിപ്പിച്ച നിലയിൽ ആ പെൺകുട്ടീനെ ഇങ്ങനെ ചേർത്ത് കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത്. അപ്പോഴും നാട്ടുകാർ വിശ്വസിച്ചില്ല, നമ്മളെ നല്ല നന്മ മരത്തിൻ്റെ വീട്ടിലാണല്ലോ ഇത് സംഭവിച്ചതെന്ന്. ആ നന്മ മരത്തിൻ്റെ വീട്ടിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയായിരുന്നു നാട്ടുകാരുടെ പ്രാർത്ഥന. പക്ഷേ പിറ്റേ ദിവസം ആ മനുഷ്യനെ, ആ ചെക്കനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നപ്പോഴാണ് ചെക്കനെല്ലാം സമ്മതിച്ച്. ആ പെൺകുട്ടിയുടെ അടുത്ത് നമുക്ക് പോലീസിന് കിട്ടിയത് 5.5 ഗ്രാം MDMA എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പം ഇവിടെ നിങ്ങൾ അച്ഛനും അപ്പാപ്പയും ഉമ്മാമ്മേനെ കുറിച്ചിട്ടുള്ള ചരിത്രമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബഷീർ പറഞ്ഞാൽ എൻ്റെ ഉപ്പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ആന ഉണ്ടായിക്കോട്ടെ, നല്ല തന്നെ. പക്ഷെ നിങ്ങളെ മക്കൾക്ക് എന്തുണ്ട് എന്നും നിങ്ങളെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ നാശം നിങ്ങളെ വീട്ടിലേക്ക് എപ്പോഴാണ് വരുക നിങ്ങൾ നോക്കിക്കോളി. അതിനെപ്പോഴും പോലീസുകാർ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പേപ്പർ വായിക്കാനുള്ള സന്മനസ് കാണിച്ചാൽ മതിയെന്ന്. പേപ്പർ വായിക്കണം. നിങ്ങൾ പേപ്പർ വായിക്കലുണ്ടോ? നിങ്ങൾ ഉണ്ടോന്നുമില്ല. നിങ്ങൾ നോട്ടോ ഇരുത്തെല്ലാം കണ്ടാൽ വിചാരിക്കും ഞാനും റഫീഖ് സാറും കഞ്ചാവ് വെക്കുവാനറ്റം വന്നൊരു കളിയാണ് നിങ്ങളെ കളി മുഴുവൻ ഇവിടെ. നിങ്ങളെ നോട്ടം തീരെ ശരിയില്ല. ഇത് തന്നെ നമ്മളെ പ്രശ്നവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഇടക്കൽ ഉത്തരം പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഒരു ആവിയൊന്നും ഇടാണ്ട് ക്ലാസ് കൊണ്ടുപോകാം. അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾ പേപ്പർ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. പേപ്പർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? രാവിലെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും ഒരു സാധനം, മടക്കുള്ള ഇങ്ങനെ പറയാൻ വേണ്ട. ആ സാധനം കയ്യിലെടുത്ത് ഇങ്ങനെ നീരും, പേടിക്കൊന്നും വേണ്ട, അത് നീരും, ഇങ്ങനെയും ഇങ്ങനെയൊക്കെ നീരും. അതിലൊക്കെ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാ വാർത്തകൾ. നാടകങ്ങളിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളെ ആ വാർത്തകൾ പത്രത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത്. ശരിയാണോ? നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ? വായിച്ചില്ല. ഇന്നത്തെ നാളെയാ വായിക്കുക? എപ്പോഴാണ് വായിക്കുക? ഇന്ന് വായിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പത്രത്തിൽ ആലുവയിൽ നിന്നുള്ള നല്ലൊരു വാർത്തയുണ്ട്. 14 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് അന്യമതസ്ഥനുമായി പ്രണയിച്ചതിൻ്റെ പേരിൽ ബാപ്പ വിഷം കൊടുത്തു കൊന്ന ഒരു 14 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥയുണ്ട്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളെ വീട്ടിൽ 14 വയസ്സുള്ള പെൺകുട്ടി ഇല്ലേ? നിങ്ങളെ വീട്ടിൽ 40 വയസ്സുള്ള ബാപ്പ ഇല്ലേ?
നിങ്ങളെ പെൺകുട്ടിയും നിങ്ങളെ ആൺകുട്ടിയും മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സംഭവം നിങ്ങളെ വീട്ടിലേക്ക് വരുമോ എന്ന്? എനിക്ക് ആശങ്കയുണ്ട്. എൻ്റെ മൂത്ത മോൾ 6ാം ക്ലാസ്സിലാണ്. ഈ 14 വയസ്സുകാരി അന്യമതസ്ഥനെ പ്രണയിക്കുന്നത് ഈ അച്ഛൻ ഇന്ന് മാത്രമാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ ആ കഥയിൽ നമ്മൾ 100% വിശ്വസിക്കുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് മക്കളെ 100% വിശ്വാസമൊന്നുമില്ല. ആ വീട്ടിൽ അച്ഛനും അമ്മയും കുടുംബങ്ങളൊക്കെ പ്രശ്നങ്ങളുള്ളൊരു വീടായിരുന്നു ആ വീട്. ഇനി കുട്ടി സ്വയം വിഷം കുടിച്ചിട്ട് അച്ഛൻ കുടിപ്പിച്ചതാണോ എന്ന് പറഞ്ഞതൊന്നും കുട്ടീനെ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സംഭവങ്ങൾ യഥാർത്ഥ സംഭവങ്ങൾ മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പം പറയുന്നത് എന്തായാലും കുട്ടി വിഷം കുടിച്ച് മരിച്ചിട്ടുണ്ട്. അതാര് കൊടുത്തതെന്നൊക്കെ പിന്നീട് തെളിയും. പക്ഷെ എൻ്റെ ആശങ്ക നിങ്ങളെ വീട്ടിലുള്ള 14 വയസ്സുകാരി പെൺകുട്ടി പ്രണയിക്കുന്നുണ്ടോ എന്നും ആ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ എന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള എൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾ പറയാം എൻ്റെ കുട്ടിക്ക് എന്ത് പ്രണയോ, ഓള് പഠിക്കുക, വീട് വിട്ടാ സ്കൂള് വിട്ടാ വീട്, പഠിപ്പ്. ഞാനും വിചാരിച്ച അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാ ഈ നാട്ടിൽ നടന്ന ഏറ്റവും ഭീകരമായൊരു കഥ. അത് പത്രത്തിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. എൻ്റെ നാട്ടിലുള്ളൊരു LP സ്കൂളിൽ നിന്ന് LKG UKG 1ാം ക്ലാസ്സിലെ കുട്ടികൾ കൂടിയിട്ട് കണ്ണൂരേക്ക് ഒരു ടൂർ പോയിരുന്നു. സ്കൂളിൽ നിന്ന് ടൂർ പോയല്ലോ. അങ്ങനെ ടൂർ പോയപ്പോൾ LKG UKG 1ാം ക്ലാസ്സും കൂടി ആ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നിന്ന് ആടിയും പാടിയും വെള്ളത്തിലൊക്കെ കളിച്ചൊക്കെ ഇങ്ങനെ അർമാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കീഞ്ഞാൽ മതി എന്ന് മാഷ് പറഞ്ഞു. അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ സെക്യൂരിറ്റി നോക്കുമ്പോൾ ഒരു UKGയിലെ പെൺകുട്ടീനെ 1ാം ക്ലാസ്സിലെ 3 ആൺകുട്ടികൾ കൂടിയിട്ട് മുക്കി പിടിച്ചിന്. കുട്ടി ബ്ലൂ എന്ന് പറഞ്ഞിങ്ങനെ ശ്വാസം മുട്ടി മരിക്കാറായപ്പോൾ ഈ സെക്യൂരിറ്റി കണ്ടു. സെക്യൂരിറ്റി വിചാരിച്ച് തമാശ കളിക്കുന്ന ഈ പിള്ളേരുന്ന. സെക്യൂരിറ്റി ഓടി വന്നിട്ട് ഈ ആൺകുട്ടിയോട് പറഞ്ഞു, വല്ലങ്ങളെ സാധാ കളി പോലുള്ള കളി വെള്ളത്തിൽ കളിക്കണ്ട കേട്ടോ. കുട്ടി മരിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞപ്പോൾ ഈ ചങ്ങായി വിചാരിച്ച് ഇപ്പം പിള്ളേർ ഓടുന്ന. പിള്ളേർ പിന്നെയും മുക്കി പിടിച്ചെടുത്തതായപ്പോൾ സെക്യൂരിറ്റി 4 അടിച്ചോടിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ വെള്ളത്തിൽ നിന്ന് എടുത്ത് വയറ്റിൽ നിന്നൊക്കെ വെള്ളമൊക്കെ പുറത്താക്കി ജീവനൊക്കെ കൊടുത്ത് ഒരു കസേലയമ്മിൽ ഇരുത്തി ഈ 4 പുറകെ ഓടി 4 ആൺകുട്ടികളെയും പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് സെക്യൂരിറ്റി ചോദിച്ചു, നിങ്ങളെ പായ്യാരക്കളി ഈ പെൺകുട്ടിയോട് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നാണോ? ഈ കുട്ടി മരിച്ചുപോയാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ 4 ആൺകുട്ടികളും ഒറ്റ സ്വരത്തിൽ സെക്യൂരിറ്റിയോട് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയങ്ങൾ? സെക്യൂരിറ്റി, പായ്യാരത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ കുട്ടിയെ മുക്കിപ്പിടിച്ചത്, കൊല്ലാൻ വേണ്ടി തന്നെയാണ് എന്ന്. സെക്യൂരിറ്റി അന്തം വിട്ട് കസേലമേലൊന്ന് ഇരുന്ന് ശ്വാസമെടുത്ത് വീണ്ടും എണീറ്റ് എന്നിട്ട് പിന്നെയും ചോദിച്ചു, എല്ലാ കുട്ടികളെ എന്തിനാണ് നിങ്ങൾ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? കൊല്ലാൻ വേണ്ടി എന്തിനാണ് ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ 4 ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടി മാറി നിന്ന് മറ്റേ 3 ആൺകുട്ടികളും മുന്നിലേക്ക് വന്നിട്ട് ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞു, സെക്യൂരിറ്റി, ആ ചെക്കനാണ്, അതാണ് ഞങ്ങളുടെ ബോസ്. 1ാം ക്ലാസ്സിൽ ബോസിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഈ കുട്ടിയെ മുക്കിപ്പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ ബോസിനെ സാക്ഷി നിർത്തി മറ്റേ 3 കുട്ടികളും ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, സെക്യൂരിറ്റി, ഞങ്ങളെ ബോസിന് കഴിഞ്ഞ 3 മാസം മുമ്പേ ഈ UKG പെൺകുട്ടിയെ കണ്ടപ്പോൾ ചെറിയൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ബോസ് ഈ ശിങ്കിടിയോട് പറഞ്ഞു, ആ പെണ്ണിനോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ശിങ്കിടികൾ പറഞ്ഞു കൊടുത്ത്, ഇനി പോയിട്ട് I love you എന്ന് പറയണം. അങ്ങനെ ഈ ശിങ്കിടിയുടെ വർത്താനം കേട്ടിട്ട് ഈ 1ാം ക്ലാസ്സിലെ ചെക്കൻ ഈ പെൺകുട്ടി ഉച്ചഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഈ ചെക്കൻ പുറകെ പോയിട്ട് പറഞ്ഞു, I love you D. ഈ പെൺകുട്ടി അന്തം വിട്ട് ഇവനിങ്ങനെ കണ്ണിലേക്ക് നോക്കിയതിന് ശേഷം പറഞ്ഞു, പോടാ പട്ടി എന്ന് പറഞ്ഞപ്പോൾ ബോസ് ആകെ തകർന്നു. ഈ ബോസല്ലേ ഇത്? അങ്ങനെ ബോസിന് മാനക്കേടുണ്ടായി. ഉടനെ ഈ ശിങ്കിടിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശിങ്കിടി, ഓള് പോടാ പട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങളെല്ലാം കൂടി അടിയന്തര യോഗം ചേർന്നു എന്നാ ഈ 4 കൂടി പറഞ്ഞത്. ആ അടിയന്തര യോഗത്തിൽ ഞങ്ങളെടുത്ത തീരുമാനമാണ് ഈ പെൺകുട്ടീനെ അന്നേ സ്കെച്ചിനിട്ട് വെച്ചതാ ഞങ്ങൾ. മറന്നോണ്ട, വാക്ക് മറന്നോണ്ട. 1ാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞ വാക്ക് സ്കെച്ചിനിടുക. നിങ്ങൾക്ക് ഇരിക്കുന്ന സ്കെച്ചിനിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഏത് കളറാ, ചോപ്പാണോ പച്ചയാണോ എന്ന്. നിങ്ങൾ എൻ്റെ അമ്മേൻ്റെ ടീമാണോ കുട്ടികളുടെ ടീമാണോ? സ്കെച്ച് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുക്കുക. കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾ അറിയോ നിങ്ങൾ?
നിങ്ങൾക്ക് ഈ കഥ കേട്ടപ്പോൾ ഭയങ്കര വിടലായിട്ട് തോന്നിയില്ല? എന്ത് ചങ്ങായി, എന്ത് വിടലായി ഇവിടുന്ന്. അങ്ങനെ 1ാം ക്ലാസ്സിലെ കുട്ടി ഐ ലവ് യു എന്ന് പറയുമോ, ഇവൻ വല്ലാത്തൊരു വിടലാണല്ലോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഞാനും വിചാരിച്ചത്, എൻ്റെ 3ാം ക്ലാസ്, എൻ്റെ മോൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇളയ ചക്കൻ. ഞാനും അവന് കളിക്കുന്നുണ്ട്, ഞാനും അവൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നൊക്കെയാണ് എൻ്റെ വിചാരം. എൻ്റെ മോൻ തങ്കപ്പെട്ടവനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കഥ കേട്ടപ്പോൾ പോലീസുകാരൻ എന്ന രീതിയിൽ എൻ്റെ വീട്ടിലേക്ക് ഇത് വരുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴും ആ ആശങ്ക നിങ്ങൾക്കില്ല. നിങ്ങളെ മക്കളെല്ലാം തങ്കൂസ്. എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് ഇങ്ങ് പോകുന്നു. എൻ്റെ ചെക്കൻ ഇങ്ങനെ കോനാലിരിക്കുമ്പോൾ. പക്ഷെ ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യക്ക് എന്തോ ഒരു ടെൻഷനുണ്ട്. അവൾ പറയുന്നത് വരുന്നുണ്ട്, എന്തോ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് എന്തോ കൊണ്ടല്ല, ഇത് ഭയങ്കര പ്രശ്നമാണ്. ഞാനെ ഇങ്ങോട്ട് വിളിക്ക്. നിങ്ങളെ മക്കളൊക്കെ വിളിച്ചാലൊക്കെ വേഗം വരുന്നുണ്ടാ? ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ തന്നെ, എന്താണ് അച്ഛാ, ബുക്കെടുത്ത് പഠിക്കൂ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ബുക്കെടുത്തിട്ട് പഠിക്കാം അച്ഛാ, കഞ്ഞിയും പയറും കൊടുത്തപ്പോൾ കുടിക്കാം അച്ഛാ, അങ്ങനെ പറഞ്ഞാ നിങ്ങളെ മക്കളുടെ മുടി നിങ്ങൾ വിചാരിച്ച രീതിയിൽ മുറിക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക്? എങ്കിലൊന്നും ചിന്തിക്കണ്ട, ഇപ്പോഴേ നിങ്ങൾക്ക് വിട്ടേ കയറ്റിയാളാ. അവിടെയാണ് വിഷയം. നമ്മളെ മക്കള് അച്ഛനെന്നുള്ള ബന്ധം മനസ്സിലാക്കാൻ കുട്ടിയൊക്കെ മനസ്സിലാക്കി പറ്റിയിക്കില്ല എങ്കിൽ, ഉമ്മക്ക് അച്ഛൻ എന്ന രീതിയിൽ, ഉമ്മക്ക് എൻ്റെ ബാപ്പ എന്ന രീതിയിൽ ഉമ്മക്കൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ബാപ്പയും ഉമ്മയും കുടുംബം എന്നെല്ലാം പറയുന്ന സാധനം? അവകാശം. അപ്പോൾ കുട്ടികളൊരു ഞാളവകാശം, നിങ്ങളെ അവകാശങ്ങൾ നിങ്ങൾ എടുത്തോളി. പക്ഷെ ബാപ്പ എന്ന രീതിയിൽ ഉമ്മക്ക് കിട്ടേണ്ടുന്ന കുറേ അവകാശങ്ങളില്ലേ, അത് കുട്ടികളിൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങളെപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്? എന്തായാലും ഞാൻ ആ രീതിയിൽ മക്കളെ എനിക്ക് എൻ്റെ മക്കളെ ഒളിച്ചോടിയാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താ അറിയോ, ഞാൻ പോലെ എല്ലാം നോക്കി നൈറ്റുകളാണ്, സംഗതികളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നൈറ്റുകളോട്. എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന സകല സംഗതികളും എൻ്റെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം. കാരണം ഞാൻ അറിയൂ. കാരണം ഇനി അറിഞ്ഞ് അത് പറയുന്നത് എന്തിനാണെന്ന് അറിയോ, പല അമ്മയും ഉമ്മയൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയുന്ന വർത്തമാനമുണ്ട്, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കേനും. എന്ത് പിടിക്കേനും, ആര് പിടിക്കുവാനും? നമ്മൾ വെറുതെ നിങ്ങളെ മക്കളെ തൊടാൻ നിങ്ങൾക്ക് ചങ്കൂറ്റയില്ല. അതാണ് വിഷയം. എന്തായാലും മക്കളുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ മക്കൾക്കുള്ള കടമകൾ നിർവഹിക്കാൻ, ആ കടമയെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയണം. അതാണ് വിഷയം. അതുകൊണ്ട് സൂക്ഷിച്ചോ. എന്തായാലും എൻ്റെ മോനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ എപ്പോഴും വിളിക്കുമ്പോഴും എൻ്റെ വിചാരം എന്താ അറിയോ, എൻ്റെ മോൻ തങ്കപ്പെട്ട ചക്കനാണ്. ഞാൻ അവനോട് ചോദിക്കുന്ന ചോദ്യം പ്രണയമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. കാരണം 1ാം ക്ലാസ്സിലെ കുട്ടി മുക്കി പിടിച്ചിട്ട് എൻ്റെ 3ാം ക്ലാസ്സിലെ ചക്കൻ മുക്കിയ ചക്കൻ പെണ്ണ് മരിച്ചോയില്ലേ, ആ ഒരു പേടിയാണ്. പിന്നെ ഞാൻ പോകേണ്ട വരും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചക്കനെ എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മളെ മക്കളല്ല അങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങളെ മക്കളൊന്നുമില്ല. ഈ വടകര പരിസരത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ അന്തം വിട്ടോനും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഓനോട് ഞാൻ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ചോദിക്കണ്ടേ, ചോദിച്ചിട്ട് എന്തെങ്കിലും ആയിപ്പോയി. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആയിപ്പോയിക്കട്ടെ, പിന്നെ നോക്കണ്ട ലൈറ്റുകളാ, ലൈറ്റുകൾ പോട്ടെ എന്ന്. ഇത് ഈറ്റകൾ ചാവും എന്ന് പേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കണം. എല്ലാ കാര്യങ്ങളും കുട്ടികളോട് ചർച്ച ചെയ്യണ്ടേ. അങ്ങനെ ചാവാതെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ നമ്മൾ തയ്യാറാവണ്ടേ. ഞാനും ചാവാതിരിക്കുന്നതിൻ്റെ കഥ പിന്നീട് പറഞ്ഞുതരാം ഞങ്ങൾക്ക്. എന്തായാലും ഞാൻ എൻ്റെ മോനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ ഓടി വന്നു. അവൻ ഞാൻ ചോദിച്ചടാ, നിനക്ക് പ്രണയമുണ്ടോ? നീ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചില്ല അച്ഛാ, എനക്ക് അങ്ങനെ ഉണ്ടച്ചാ, നിങ്ങളെ മോനാണല്ല അച്ഛാ. ഞാൻ ഭാര്യയും പറഞ്ഞു അങ്ങനെപ്പാ ഇങ്ങനെപ്പാ എന്നൊക്കെ ഓടും പറഞ്ഞു. നിങ്ങളെ മക്കളെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? പിന്നെ നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു? ഈ നാട്ടിൽ നടക്കുന്ന സാധനമെല്ലാം നമ്മൾ മക്കളോട് നമ്മൾ ചോദിക്കണ്ടേ. അങ്ങനെ എൻ്റെ ചക്കനോട് ഇത് ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം, ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു, ചോദിച്ചിട്ടില്ല എനിക്ക് പ്രണയം ഉണ്ടോന്ന്. ഓൻ ശ്വാസം എടുത്തിട്ട് എന്നോട് പറഞ്ഞ മറുപടി എന്താ പറയുക, ശ്രമിക്കുന്നുണ്ട്. രാജുവിനായി, വിഷ്ണുവിനായി, രമ്യക്ക് പണ്ടേ ആയി, ശ്രീജിഷക്ക് 2 മനസ്സിലായില്ലേ? ഇങ്ങനെ ഓനൊരു ലീസ്റ്റിങ് പറഞ്ഞു തന്നു. ടോം വീണ്ടും പറഞ്ഞ്, അച്ഛാ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ അന്നേരം തന്നെ നാവാ മുകുന്ദ ഹരേ ഓളാ പറഞ്ഞത്, എൻ്റെ മോൻ ഞാൻ അങ്ങനെയാണ് പോറ്റുന്നത്, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്ക് പോലും ലോകം തിരിഞ്ഞത്. ഇങ്ങനെ ലോകം തിരിയാനുള്ള കുറേ ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. അതാണ് വിഷയം. അതുകൊണ്ട് സൂക്ഷിച്ചോ. 3ാം ക്ലാസ്സിലെ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രണയം എന്ന് പറയുന്ന സംഭവം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ മക്കൾ ഇതുണ്ടാവും. എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ പ്രണയത്തിലേക്ക് പോകുന്നത്? അതാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. 2ാമത്തെ സംഗതി, കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിലെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നത് കണ്ടത്. ഈ പറഞ്ഞ പ്രശ്നം എന്താ, നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരാൾ പറയും എൻ്റെ മോനെ കുറിച്ച് ഇനിയാണ് പറഞ്ഞത്, അങ്ങനെ എൻ്റെ മോൻ്റെ മാനം പോയി എന്നിട്ട് ഞാളെ പേര് കേസ് കൊടുത്താളി, പിന്നെ ഞാൾ ജയിലിൽ തന്നെ. നമ്മളിതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവങ്ങൾ ഈ വാഗ്യാടിൻ്റെ മണ്ണിൽ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനായി പറയുന്നത്. നമ്മളെ പോലീസ് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. 2:30 മണിക്ക് പോലീസുകാർ ആ ഒരു പെൺകുട്ടിനെ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഹായ്, 2:30 മണിക്ക് എന്തൊക്കെയാണ്, സുഖം തന്നെയല്ലേ, ബാപ്പാടെ ഉണ്ടോ ഉമ്മാടെ ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. പോലീസ് കൊണ്ട് അടുത്തെത്തിയിട്ട് ചോദിച്ചു, എന്താ കുട്ടി നീ ഇവിടെ നിൽക്കുന്നത്? അവൾ പറഞ്ഞു, ഇല്ല ഒന്നുമില്ല. എടുത്ത വായിൽ ആ കുട്ടി പറഞ്ഞ വർത്താനം എന്താ പറയുക, എനിക്ക് 21 വയസ്സായി പോലീസേ, 21 വയസ്സായ ഏതൊരാൾക്കും റോഡിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കാനുള്ള അവകാശമുണ്ട്. ആയിക്കോട്ടെ, 2:30 മണിക്ക് ഇനി എന്തിനാണ് ഈ വായ്ക്കൊണ്ടയിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ബൈക്ക് റൈഡിങ്ങിന് വന്നതാണ്, അവളെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്, എൻ്റെ ബൈക്കും കൊണ്ട് ഞാൻ എവിടെയും പോകും. അതോടുകൂടി പോലീസിൻ്റെ ഉത്തരം മുട്ടിയോ ഇല്ലയോ? കേരളത്തിൽ ഏത് മനുഷ്യനും 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ലോകത്തൂടെ പോകാമെന്നുള്ള ആ റൈറ്റ് ഇവിടെ ഇല്ലേ? എന്തായാലും പോലീസുകാരൻ കുറച്ചും കൂടി മുന്നോട്ട് ചിന്തിച്ച് ഈ വണ്ടീൻ്റെ അഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ ഈ കുട്ടീൻ്റെ പേരിലുള്ള വണ്ടിയല്ല. നമ്മൾ ആ വണ്ടീൻ്റെ മുതലാളീൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുമ്പോൾ മുതലാളി ഗൾഫിൽ നിന്ന് അന്ന് വന്നിട്ടേ ഉള്ളൂ. മുതലാളിയോട് ചോദിച്ചു, മുതലാളി നിങ്ങൾ ഈ വണ്ടി ഇങ്ങനെ റോഡുമ്പോൾ കാണുന്നുണ്ടല്ലോ. അയാൾ പറഞ്ഞു, കൊന്നാലും കാണൂല, എൻ്റെ വണ്ടി എൻ്റെ പോർച്ചിൽ ഞാൻ വെച്ചിട്ടുണ്ട്, CCTV ഉണ്ട്, CCTV. ഞങ്ങളോ ഇങ്ങനൊരു വണ്ടി ഇവിടെ ഉണ്ട് നിങ്ങൾ. അപ്പോൾ അയാൾ കട്ട് ചെയ്തു. വീണ്ടും നമ്മൾ വിളിച്ചു, ഈ വണ്ടി നമ്മൾ വിചാരിച്ചു നമ്മൾ മനുഷ്യനാണല്ലോ പോലീസുകാരും, നമ്പർ തെറ്റിപ്പോയതാണെന്ന് വെച്ചാൽ വീണ്ടും ഒന്നും കൂടി മൊയിച്ച് നോക്കി നമുക്ക് നമ്പർ ഒന്നും കൂടി ഉറപ്പിച്ച് അതേ നമ്പറിൽ വീണ്ടും വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, രാത്രി ഉറങ്ങുന്ന മനുഷ്യനെ അധികം വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണി ഞാൻ പോകും പോലീസെ, ഫോൺ ഇനി മേലാൽ ഇങ്ങോട്ട് വിളിച്ചു പോകരുത്. പോലീസ് പറഞ്ഞു, സുഹൃത്തേ എൻ്റെ വണ്ടി എന്തായാലും റോഡുമില്ലുണ്ട്, നാളെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ലേശം അങ്ങ് പേടിച്ച്. എന്നാൽ 1 മിനിറ്റ് താഴോട്ട് ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പം ബൈക്ക് അവിടെ ഇല്ല. അങ്ങനെ അയാൾ പറഞ്ഞു, ഇതാ എൻ്റെ ബൈക്ക് കാണുന്നില്ല. അതോടുകൂടി അതുവരെ കാർത്ത ചങ്ങായി വളരെ താണിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ ബൈക്കൊന്ന് കിട്ടിച്ചേരണം, അത് എൻ്റെ ബൈക്കാണ്, പിടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ്, ആ ബൈക്കിൻ്റെ മുതലാളി നീ അല്ലല്ലോ, നീ ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന ബൈക്കാണ്, എൻ്റെ പേര് കേസെടുക്കുന്നു കുട്ടിയോട് പറഞ്ഞു. കാരണം മറ്റൊരാളെ ബൈക്ക് എടുത്തിട്ട് വരുമ്പോൾ കളവല്ലേ, കുട്ടി പറഞ്ഞ കുട്ടീൻ്റെ ബൈക്കാന്നല്ലേ. സ്റ്റേഷനിലേക്ക് നടക്കുന്ന പറഞ്ഞപ്പോൾ ഒറ്റ വീകല കാലുമൽ, എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകരുത്, എന്നാൽ സത്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞതെന്നറിയോ, എൻ്റെ ബാപ്പയും ഉമ്മയും ഗൾഫിലാണ്, ഇതെൻ്റെ മാമൻ്റെ കാർണോറിൻ്റെ ബൈക്കാണ്, അയാൾ ഗൾഫിലാണ്, അയാൾ അറിയാതെ എൻ്റെ കാമുകനൊരു കള്ളത്താക്കോൽ ഉണ്ടായി തന്നിട്ടുണ്ട്, ആ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കഴിഞ്ഞ 1.5 കൊല്ലമായി ഈ ബൈക്ക് എടുത്തിട്ടാണ് ഞാനിങ്ങനെ സഞ്ചരിക്കുന്നത്. എൻ്റെ CC ക്യാമറേൻ്റെ ആ സൈഡിൽ ഒരു കറുത്ത ഫിലിം വെച്ച് എനിക്ക് അതുകൊണ്ട് കിട്ടൂല, ഇങ്ങേ സൈഡ് കിട്ടൂല. അപ്പം ഇങ്ങനെയാണ് ബൈക്ക് കൊണ്ടുപോകുക. നീ എവിടെയാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ പോയത് കുട്ടി ഒരൊറ്റ കരച്ചിലാണ്. കുട്ടീൻ്റെ 18 വയസ്സുള്ള ഓളെ അനിയത്തീനെ ഓളെ കാമുകൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാൻ പോയത് ഈ ഏച്ചി. മറന്നുകൊണ്ട, ഉഗാണ്ടയിലെ കഥയല്ല. 21 വയസ്സുള്ള ഏച്ചി 18 വയസ്സുള്ള അനിയത്തീനെ കാമുകൻ്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോയതാണ് പോലും 1 മണിക്ക്. പിന്നെ നീ എന്തിനാ അവിടെ നിന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവൾ ഒന്നും പറഞ്ഞില്ല, പറഞ്ഞു ഇത് മോഷണത്തിൻ്റെ പേര് കേസെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ കാമുകൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് ഇവിടെ നിന്നതാണ്. കഴിഞ്ഞ 2-3 മാസക്കാലമായി ഞാൻ എൻ്റെ അനിയത്തിനെ കാമുകൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കാമുകൻ്റെ വീട്ടിൽ പോകും. നമ്മൾ എവിടുത്തെ ഫോൺ നമ്പർ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ കാമുകൻ്റെ ഫോൺ നമ്പർ എടുത്ത് നോക്കുമ്പോൾ ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു സ്റ്റുഡിയോയിലുള്ള വീഡിയോഗ്രാഫറെ ലൈറ്റ് അടിക്കുന്ന അസിസ്റ്റൻ്റാണ് ഈ പെൺകുട്ടിയുടെ കാമുകൻ. ഓൻ ഏടുന്നോ ലൈറ്റ് അടിച്ച് അന്നത്തെ കല്യാണത്തിന് കള്ളും കുടിച്ചിട്ട് ഏടി ഓഫായിപ്പോയി. ഇവള് വിളിച്ചിട്ട് ഓനെ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇവള് നട്ടപ്പായരക്ക് ഈ ടൗണിൽ നിന്ന് ഇങ്ങനെ വടയക്ഷിയെ പോലെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ. കാലം മാറിയെന്ന് കരുതി രാത്രി അസാൻമാർഗിക മാർഗത്തിൽ സഞ്ചരിക്കാനാണോ നമ്മൾ ഈ അവകാശങ്ങളൊക്കെ മനുഷ്യക്കുട്ടികൾക്ക് കൊടുത്തത്? തിരുവനന്തപുരത്ത് രാത്രി സഞ്ചാരത്തിന് വേണ്ടി കള്ളു കുടിച്ച് അടികൂടുന്ന മനുഷ്യക്കുട്ടികളെയാണോ നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ കാമുകൻ്റെ വീട്ടിൽ പോയി എന്താ അഴിഞ്ഞാടുന്ന കുട്ടികളെയാണോ നമുക്ക്
നമ്മളെ കുട്ടികൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ തുറന്നു വിടേണ്ടത്? അപ്പം ഈ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള നല്ല ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഇതൊന്നും ഉഗാണ്ടയിലെ കഥകളല്ല, നിങ്ങളെ കൺവെട്ടത്ത് നടന്ന കഥകളാണ്. എന്തുകൊണ്ടാണ് ഉപ്പേനേക്കാളും വലിയ രീതിയിൽ കാമുകനും കാമുകിയും ഒക്കെ അവിടെ വരുന്നത് എന്ന ചോദ്യത്തിന് റഫീഖ് സാർ പറഞ്ഞ മറുപടി തന്നെയാണ് ശരി. കുടുംബം എന്ന് പറയുന്ന സാധനം ഈ നാട്ടിലില്ല. മക്കളെ എങ്ങനെ പോറ്റണമെന്നറിയുന്ന ബാപ്പയും ഉമ്മയും ഈ ലോകത്തില്ല. അതാണ് വിഷയം. എങ്ങനെയല്ലോ അങ്ങ് പോറ്റുക. ഞാൻ എൻ്റെ ഭാര്യ, എനിക്ക് ഇവിടുത്തെ വാഗയാടുള്ള ഉമ്മയും ഉപ്പയും എങ്ങനെയാണ് കുട്ടീനെ പോറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല നിങ്ങൾ തങ്കപ്പെട്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ പോറ്റൽ കണ്ടാൽ ചിരിച്ച് മരിച്ചു പോകുന്നത്. ഓളെന്തോ ഒരു വാശിയാണ് കുട്ടികളെ പോറ്റുന്നതിൽ. പലപ്പോഴും ഓളെന്നോട് പറയുന്നുണ്ട്, എന്നെപ്പോലെ ആയിപ്പോറത് എൻ്റെ കുട്ടികൾ. ഇന്നെപ്പോലെ അല്ലാണ്ട് പിന്നെ ആരെപ്പോലെ ആവേണ്ടത്? എൻ്റെ അച്ഛൻ പണ്ട് എന്നെ ടൂറിനൊന്നും വിട്ടിക്കില്ല, അതുകൊണ്ട് എൻ്റെ മക്കൾ ടൂറായിരിക്കും. സ്കൂളിൽ പോയിട്ട് ഇടക്കിടക്ക് ചോദിക്കുക, ടൂറില്ല? മാഷുവിന് ഒരു ടൂറല്ലേ കൊല്ലത്തിലുണ്ടാവും. എൻ്റെ മക്കൾക്ക് എപ്പോഴും പോട്ടെ, എൻ്റെ അച്ഛനെ പോലെയല്ല, ഞാൻ ടൂറിന് എപ്പോഴും വിടും. എൻ്റെ അച്ഛനെ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചാൽ നിൽക്കില്ല, അതുകൊണ്ട് കുട്ടി സൈക്കിൾ പറക്കട്ടെ. എൻ്റെ അച്ഛൻ കീറിപ്പറിച്ച ഡ്രസ്സൊന്നും ഇടുക സമ്മതിച്ചില്ല, അതുകൊണ്ട് മക്കൾ ഒന്നും എടുക്കണ്ട് കിടക്കട്ടെ. ഇങ്ങനെ അച്ഛനോടുള്ള വാശി, എന്നോടുള്ള ദേഷ്യം എല്ലാം മക്കൾ കാണിക്കുക. മക്കൾക്കാണെങ്കിൽ A+ കിട്ടിയ ഒരു അഹങ്കാരം ഇങ്ങനെ. ഞാൻ വാഗയാട് വരുമ്പം ഈ പേരാമ്പ്ര ടൗണിലെല്ലാം, ഞാൻ ഈ നടുവണ്ണൂർ ടൗണിലെല്ലാം ഉമ്മേനെയും മക്കളെല്ലാം കാണുമ്പോൾ എനിക്ക് ചിരി വന്നിട്ട് ഒരു തീർത്തുമില്ല. ഈ മക്കൾ എന്ന് പറഞ്ഞാൽ മണ്ണ് തൊടാത്ത ഏതോ സാധനത്തിനെ പോലെ വേറൊരു ഡ്രസ്സെല്ലാം ഇട്ട് ഒരു പലപോലത്തൊരു മൊബൈൽ ഫോൺ എടുത്ത് വേറെ, ഈ അമ്മ എന്ന് പറയുന്ന അല്ല ഉമ്മ എന്ന് പറയുന്ന സാധനം ദാസീനെ പോലെ ഇങ്ങനെ. ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ മക്കൾ നമ്മളെ പോലെ തന്നെ നമ്മളോട് കൂടി ചേർന്ന് നടക്കുന്ന മനുഷ്യക്കുട്ടികളല്ലേ നമ്മളെ മക്കൾ എന്ന് പറയുന്ന സാധനം. അതിലേക്ക് വേറെന്തോ ഒരു എൻറ്റിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? നിങ്ങളെ മക്കൾ നിങ്ങളോട് ഇപ്പോൾ തന്നെയാണോ? എന്നിട്ട് എൻ്റെ ഭാര്യ പറയുന്നൊരു വർത്തമുണ്ട്, എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടണം. എൻ്റെ അച്ഛൻ തിന്നൊന്നും തന്നിക്കില്ലെങ്കിൽ എൻ്റെ മക്കൾ തിന്നു മരിക്കണം. എന്നിട്ട് ഓള് വാങ്ങിക്കൊടുക്കുന്ന സാധനം അറിയാം, ലേസ്, ബബിൾഗോ, കുയ്മന്തി, ഷവർമ്മ. ഇറ്റകളെ കൊല്ലാനുള്ള സാധനം. ഇറ്റളി ഇതുവരെ മുത്താറി കുടിച്ചിട്ടുണ്ടോ? ഇറ്റളി ഇതുവരെ മുതിര തിന്നിട്ടുണ്ടോ? മനുഷ്യക്കുട്ടികൾ തിന്നാണ്ട് ഒരു സാധനം നമ്മൾ മനുഷ്യക്കുട്ടിക്ക് കൊടുക്കുന്നില്ല. കുട്ടിക്ക് ലോകത്തേറ്റവും മലപ്പുറത്ത് പനി പോലെയാണ് പോലും ക്യാൻസർ. ഒഞ്ചിയത്ത് ഒരു വീട്ടിലൊരു ക്യാൻസറായി വളരുന്നു. ഹോസ്പിറ്റലുകൾ തഴച്ചു വളരുന്നു. നടുവണ്ണൂരിൽ മെഡിക്കൽ ഷാപ്പുകൾ വളരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നാടിൻ്റെ വികസനമാണോ ഈ മെഡിക്കൽ ഷാപ്പുകൾ വികസിക്കുന്നത് കാണുമ്പോൾ? ഈ നാട്ടിൽ ഈ രോഗികളുടെ കുത്തൊഴുക്കുണ്ടാകുന്നു അതിൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങളെ മക്കൾ എങ്ങനെ ഈ രോഗികളായിട്ട് നശിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? മക്കൾ നശിക്കാതെ മനുഷ്യക്കുട്ടിയായിട്ട് ഈ മണ്ണിലൂടെ നടക്കുന്നതല്ലേ നമുക്ക് കാണാം. അതുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞാൽ 150 രാജ്യങ്ങളിൽ നടന്നൊരു മനുഷ്യനാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പല ചാനലുകളിൽ നിന്ന് കണ്ട ചോദ്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്. എന്തു പറ്റി നമ്മളെ മക്കൾക്ക്? നിങ്ങളെ സംശയമില്ല, എന്ത് പറ്റി പുതിയ തലമുറയ്ക്ക്? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ലേ. എന്തുകൊണ്ടാണ് ഇവിടെ 20 വയസ്സുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഈ കസേലമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയതെന്ന് ചോദിച്ചാൽ സമൂഹത്തിൻ്റെ പരാജയമല്ല, ബാപ്പയുടെയും ഉമ്മയുടെയും പരാജയമാണ്. 3 വയസ്സുള്ള കുട്ടി അത് അടുത്ത വീട്ടിലെ പെൺകുട്ടീനെ പ്രണയിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉമ്മയുടെയും ഉപ്പയുടെയും പരാജയമാണ്. പാരന്റിസത്തിൻ്റെ അഭാവമാണ്, അറിവില്ലായ്മയാണെന്ന് ഞാൻ പറയും. എൻ്റെ മകൾ ഒളിച്ചോടിയിട്ടുണ്ട് എങ്കിൽ അതെൻ്റെ പരാജയമാണ്. അവിടെയാണ് വിഷയം. എൻ്റെ കുട്ടിയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അച്ഛനെന്നും ബാപ്പാന്നും പറഞ്ഞിങ്ങനെ നടക്കേണ്ട ആവശ്യം എന്താ? എൻ്റെ മകനെ എൻ്റെ മനുഷ്യക്കുട്ടിയായി പോറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ചു, എന്തുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര പുതിയ തലമുറ തലതിരിഞ്ഞു പോയി എന്ന് എല്ലാവരും പറയുന്നത്? സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, കുട്ടികളെ ഒരു കാരണവശാലും കുറ്റം പറയരുത്. ആ കുട്ടികൾ തങ്കപ്പെട്ട കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സ് മുതൽ മദ്രസയിൽ നിന്ന് പഠനം തുടങ്ങി ഒരു 18 വയസ്സുകാരനായി ആകുമ്പോഴേക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഈ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ വിവിധ അധ്യാപകരും വിവിധ സ്കൂളും കോളേജിൽ നിന്നൊക്കെ പഠിച്ച് ബമ്പിച്ച് A+ ഒക്കെ കിട്ടിയ കുട്ടിക്ക് കള്ളു കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള ബോധമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തെന്നായിട്ടുള്ളൂ സ്കൂളിൽ നിന്ന് പഠിച്ചതെന്ന് അയാൾ ചോദിച്ചത്. ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്ന്,
ഈ റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് ഈ 18 വയസ്സുകാരൻ അറിയില്ല എങ്കിൽ പിന്നെ എന്താണ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും മദ്രസയിൽ നിന്നും നമ്മളെ മക്കൾ പഠിച്ചത്? ബാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കണം, കുടുംബത്തെ ഒന്നിച്ച് നിർപ്പിക്കണമെന്ന് ഈ കുട്ടിക്ക് ബോധ്യമില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മൾ കുട്ടീനെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത്? A+B⁴ A+B⁴ പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായി അതിനെ സൈനും കോസും തീറ്റിയും പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹം ഏലോടിയെങ്കിലും പോയിട്ട് ഇമ്മക്ക് എന്ത് ഗുണമാണ്? റോഡുമ്മ കൂടി നടക്കുന്നത് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, ഈ മണ്ണിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, മനുഷ്യനാകണമെന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ കുട്ടി എങ്ങനെയാണ് നല്ല മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുക? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, കുട്ടികളോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ, പഠിപ്പിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നോക്കുമ്പോൾ ശരിയാ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ലഹരിക്കെതിരെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. കാരണം ലഹരി അല്ല ഇവിടുത്തെ വിഷയം, MDMA അല്ല ഇവിടുത്തെ വിഷയം, കള്ളല്ല വിഷയം. കള്ളും MDMAയും കഞ്ചാവല്ല എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെ കാലത്ത് നാടൻ വാറ്റിയിട്ടില്ലേ ഈ വാകയാട്? നിങ്ങളെല്ലാവരും കള്ളു കുടിച്ചിട്ടുണ്ടാ? ഇല്ല. നട്ടെല്ല് നിവർത്തി ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലൂടെ നെഞ്ചു വിരിച്ചു നടന്നു നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഈ കസേലമേൽ ആത്മാഭിമാന ബോധത്തോടു കൂടി നിങ്ങൾ ഇപ്പം ഇരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? പറ നിങ്ങൾ. എന്താ പിന്നെ നമ്മളെ മക്കൾ, പുതിയ തലമുറ ഇങ്ങനെ നശിച്ചു? നിങ്ങളെ മക്കളല്ലേ ഐറ്റയൊക്കെ എന്താ നട്ടല്ലില്ലേ? ഐറ്റയ്ക്ക് ഇത് വിഷാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നിങ്ങൾ പഠിപ്പിച്ചില്ല. അതാ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്, അച്ഛനും ഉമ്മയും ഉപ്പയും മക്കളെങ്ങനെ വളരണമെന്ന് പഠിപ്പിക്കണം ഈറ്റികള. ഈ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുക, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളിയാഴ്ചകളിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? 5 പ്രാവശ്യം നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? നോമ്പെന്ന് പറയുന്ന വ്രതം എല്ലാവരും കൃത്യമായി അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടാ പറ? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞൊരൊറ്റ വാക്കാണ്, 3 വയസ്സ് മുതൽ നിങ്ങളുടെ മക്കളുടെ തലച്ചോറ് കൃത്യമായി വളർച്ച എത്തുന്നുണ്ട് പോലും. 6 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറ് 94% വളർച്ച പൂർണ്ണമാവുന്നുണ്ട് പോലും. അതുകൊണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നിങ്ങളെ മക്കളോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് നിങ്ങളുടെ മക്കളുടെ സ്വഭാവം, അതാണ് നിങ്ങളുടെ മക്കളുടെ സംസ്കാരം, അതാണ് നിങ്ങളുടെ മക്കളുടെ ശീലം. അപ്പം എന്തുകൊണ്ടാണ് 15 വയസ്സുകാരൻ ഇവിടെ വന്നിരിക്കാത്തതെന്ന് വെച്ചാൽ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള സമയത്ത് ആ കുട്ടിയെ ചേർത്ത് നടത്താൻ, കൈപിടിച്ച് നടത്താൻ ഉമ്മയും ഉപ്പയും ഉമ്മാമ്മയും ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സുകാരെ നിങ്ങളോട് നടക്കൂല. ശരിയാണോ തെറ്റാണോ? ഇവിടെ ഇപ്പം നിങ്ങളെ മക്കളെ നിങ്ങൾ അടുത്തിരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഭാര്യയെ നിങ്ങൾ അടുത്തിരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഭാര്യ എന്ന് പറയുന്ന സാധനം ഭർത്താവിൻ്റെ കൂടെ നടക്കേണ്ട സാധനമാണെന്നും, മക്കളെന്ന രീതിയിൽ അല്ലാണ്ട് അങ്ങോട്ടേലോടെ നടക്കേണ്ട സാധനമല്ലല്ലോ. നിങ്ങൾ നോക്ക്, ഭാര്യയും ഭർത്താവും മാത്രം ഒപ്പരം നടക്കാനുള്ളൂ. പക്ഷെ ഓൾ ഏതോ ഒരുത്തൻ്റെ കൂടി ബൈക്കും മേലെല്ലാം പോകും. ശരിയാണോ തെറ്റാണോ? നിങ്ങളെ മക്കൾ ആരുടെ കൂടി ബൈക്കുമ്പോൾ പോവും. അതെന്താ കഴിയുന്നത്? നമ്മൾ പഠിപ്പിച്ചില്ല സംസ്കാരം. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചു നടക്കുന്ന ശീലം കുട്ടി കാണണം. അത് നിങ്ങൾ കാണിച്ചു കൊടുത്തില്ല. ശരിയാണോ? ഇപ്പം നിങ്ങളെ മക്കളങ്ങ് പിടിച്ചാൽ കിട്ടിയില്ല. ഇപ്പം 3 വയസ്സ് മുതൽ നിങ്ങൾ എന്താണോ മക്കൾ, അതിന് മുമ്പ് 3 വയസ്സ് മുതൽ നമ്മളൊന്നും പഠിപ്പിച്ച് നയിച്ചല്ല. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് ഏത് പ്രായത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പം പഠിപ്പിക്കണം? പറഞ്ഞോ, ഏത് വയസ്സിൽ പഠിപ്പിക്കണം? 3 വയസ്സ് മുതൽ. നിങ്ങളിപ്പം മാഷന്മാരെ കാണുമ്പോൾ മുണ്ട് കഴിച്ചു ഇടുന്ന എന്തുകൊണ്ടാ? നിങ്ങൾ ഉസ്താദിനെ കാണുമ്പോൾ മുണ്ട് കഴിച്ചിടുന്ന എന്തുകൊണ്ടാ? പറഞ്ഞോ. നിങ്ങൾ 3 വയസ്സിലേ ഉസ്താദിനെ കണ്ടപ്പോൾ മുണ്ട് കഴിച്ചിട്ടുണ്ടാ. ഇപ്പം കുട്ടികൾ പാൻ്റായതുകൊണ്ടാണ് കഴിച്ചിടുന്ന മറന്നു. പാൻറ്റ് കഴിച്ചിട്ടില്ല നമ്മൾ. പക്ഷെ ആ കുട്ടീൻ്റെ ബഹുമാനം എന്ന് പറഞ്ഞാൽ മുണ്ട് കഴിച്ചിടുന്ന മാത്രമല്ല കേട്ടോ, ഒന്ന് എഴുന്നേൽറ്റ് നിന്ന് അല്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്യുന്നതാ ബഹുമാനം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങളെ മക്കൾ? ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു അതിനെ നിങ്ങൾ പഠിപ്പിച്ചില്ല. വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്ന് നിങ്ങൾ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് 3 വയസ്സ് മുതലേ ശീലിപ്പിക്കണം. അല്ലെ 3 വയസ്സ് മുതൽ കണ്ട് പഠിക്കണത്. അത് നിങ്ങൾ വളരെ സിമ്പിളാണ് സംഗതി. നിങ്ങളെ മക്കൾ ജനിക്കുമ്പം A4 ആപ്പിളും പിന്നെ B4 ബോളും സമുദ്രജല പ്രവാഹം പഠിച്ചിട്ടാണോ ഇവിടെ ഭൂമിയിലേക്ക് വന്നത്? അല്ല, നിങ്ങൾ ഓർമ്മ ഉണ്ടോ? നിങ്ങളെ കുട്ടി ജനിച്ച ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കുട്ടി ജനിക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? എന്താ സംസാരിച്ചിരുന്നത്? എന്തെങ്കിലും സംസാരിച്ചോ? കുട്ടിക്ക് നിലവിളിക്കുന്നത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ശരിയാണോ? നിങ്ങൾക്കല്ലേ അത് പറയാൻ പറ്റുക? അങ്ങനെ കുട്ടി നിലവിളിച്ചപ്പോൾ ഉമ്മക്ക് കൃത്യമായി മനസ്സിലായല്ലോ കുട്ടി വിശന്നിട്ടാണ് കരയുന്നതെന്ന്, കുട്ടീനെ കൊതുകടിച്ചിട്ടാണ് കരയുന്നതെന്ന്, കുട്ടിക്ക് പിന്നെ കിടന്ന് ബോറടിച്ചിട്ടാണ് കരഞ്ഞതെന്നൊക്കെ ഈ കരച്ചലിൻ്റെ താളത്തിനനുസരിച്ച് ഉമ്മക്ക് മനസ്സിലായോ ഇല്ലയോ?
മനസ്സിലായില്ലേ? അങ്ങനെ കുട്ടിക്ക് വിശന്നപ്പോൾ മുലപ്പാൽ കൊടുത്തും കൊതുകടിച്ചപ്പോൾ നെറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടും ബോറടിച്ച് പടച്ചപ്പോൾ ചോലിട്ട് പാട്ട് പാടിയിട്ടും കുലുക്കിയിട്ടും കുട്ടീൻ്റെ കരച്ചിൽ നിർത്തിയില്ലേ നിങ്ങൾ? നിർത്തിയോ? അങ്ങനെ നിർത്തിക്കൊണ്ടുവന്ന കുട്ടീനെ ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കിയാൽ കരച്ചിലിൻ്റെ താളം മനസ്സിലാക്കിയാൽ കുട്ടിയുടെ വിഷമങ്ങളും സന്തോഷവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അമ്മയ്ക്ക് എന്താ ഈ 6ാം ക്ലാസ്സിലെ ചെക്കൻ പ്രണയിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? 14 വയസ്സുള്ള ചെക്കൻ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ കള്ളിൻ്റെ കഞ്ചാവിൻ്റെ ലോകത്തേക്ക് നടന്നു പോകുന്നത് എന്തേ ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയാൻ കഴിയാതെ പോയതെന്ന് ചോദിച്ചാൽ നിങ്ങളെ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് സത്യസന്ധമായി പറയേണ്ടി വരും. അപ്പം മക്കളല്ല ഇവിടുത്തെ വിഷയം. ആരാണ് വിഷയം? മക്കളെ ചേർത്ത് പിടിക്കാത്ത, സംസ്കാരം പഠിപ്പിക്കാത്ത ശീലങ്ങൾ. അതുകൊണ്ടാണ് മദ്രസയിൽ ഇപ്പം മുസ്ലിം മതവിശ്വാസികൾ കൃത്യമായി പാലിക്കുന്നത് 3 വയസ്സ് മുതൽ മദ്രസയിൽ ഈ പഠനം കൃത്യമായിട്ടുണ്ടോ ഇല്ലെങ്കിൽ? ശരിയല്ലേ? ഇപ്പം നിങ്ങൾ ജനിക്കുമ്പം കുട്ടീനെ നിങ്ങളല്ലേ പറഞ്ഞു കൊടുത്ത്, ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് എൻ്റെ ബാപ്പ, ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്ത അമ്മ പറഞ്ഞു കൊടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കുട്ടി വിളിച്ചത്? അല്ലേ? ബാപ്പാന്നും ഉപ്പാന്നും മതത്തിനനുസരിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് കുട്ടി ഉപ്പാന്നും അല്ലെങ്കിൽ മറ്റേ കുട്ടി അപ്പ എന്നും അച്ഛനെന്നും വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ഈ അച്ചാന്നും അപ്പാന്നും ഒക്കെ വിളിച്ചു വളർന്ന കുട്ടിക്ക് A+ കിട്ടുമ്പോൾ റാങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്ക്, ഇനി അച്ചാന്ന് വിളിക്കണ്ട ഡാഡി എന്ന് വിളിക്കുന്ന പറയുന്നത്. നിങ്ങളോട് ഞാൻ പറയാം, ഇനി നിങ്ങൾ പാപ്പാന്ന് വിളിക്കണ്ട, ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ പപ്പാന്ന് വിളിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വിളിക്കണം എന്നല്ല ഉണ്ടെങ്കിലും ഇല്ല, ഇങ്ങ് വരൂലത്. ശരിയാണോ തെറ്റാണോ? എന്താ വരാത്തത്? ചൊട്ടയിലെ ശീലം. നിങ്ങളെ മക്കൾ ചൊട്ടയിൽ നിങ്ങൾ എന്താ പഠിപ്പിച്ചത് അതാ നിങ്ങളെ മക്കളെ സ്വഭാവം. ചൊട്ടയിലേ നിങ്ങൾ ഒന്നിച്ച് നടത്തിയിരുന്നുവെങ്കിൽ 15 വയസ്സുകാരൻ നിങ്ങളോടൊപ്പം ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു, 18 വയസ്സുകാരൻ വേദിയിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നിങ്ങളെ മക്കൾ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ യുവതലമുറേൻ്റെ മിസ്റ്റേക്കാണ്, ഐറ്റികൾ എന്തെല്ലോ ആയിപ്പോയി എന്നല്ല പറയേണ്ടത്. ബാപ്പയായ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള ആർജവങ്ങൾ കാണിക്കണം. ഉമ്മക്ക് തെറ്റുപറ്റിയെന്ന് പറയണം നിങ്ങൾ. അതുകൊണ്ട് ഇന്ന് മുതൽ സൂക്ഷിക്കണം നിങ്ങൾ. ഇന്ന് മുതൽ മക്കളുടെ പൾസറിയുന്ന, മക്കളുടെ കണ്ണ് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യക്കുട്ടികളായിട്ട്, മനുഷ്യന്മാരായിട്ട് നിങ്ങൾ മാറണം. ഇല്ലെങ്കിൽ രക്ഷയില്ല. ഇവിടെ നിങ്ങൾ വെറുതെ ബോധവൽക്കരണം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അവിടെ സൂക്ഷിച്ചോ. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ, ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാ. അതിനെന്ത് ചെയ്യണമെന്നറിയോ? എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കൻ കുറേ എല്ലാ മക്കളെ പോലെ തന്നെ ഉണ്ട്. എനിക്ക് പക്ഷേ ഒരു വാശിയില്ല. എനിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം എനിക്ക് എൻ്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ള വാശി എനിക്കില്ല. എനിക്ക് കിട്ടിയ സൗഭാഗ്യമെങ്കിൽ ഐറ്റിക്ക് കിട്ടിയാൽ മതി എന്നുള്ളത് എൻ്റെ പ്രാർത്ഥന. ഞാൻ സ്കൂളിൽ നിന്ന് കളിച്ചതുപോലെ എൻ്റെ മക്കൾ കളിക്കണമെന്നാണ് എൻ്റെ വാശി. അതിന് ഈറ്റകളോട് ബോൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഐസ്ക്രീം അങ്ങോട്ട് കൊടുത്തിട്ട് കളിപ്പിക്കും ഐറ്റുകൾ. എന്നാലും കളിക്കൂല ഈറ്റകൾ. ഇങ്ങനെ ഉറ്റി പോലെ ഇങ്ങനെ നിൽക്കുക. നിങ്ങളെ മക്കളെങ്ങനെയാ? എന്തുകൊണ്ടാണ് കളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ചൊട്ടയിലെ ഇതിനെ തോണ്ടുകയും കൊടുത്ത്. WHO എന്ന് പറയുന്ന സംഘടന പറയുന്നു 4 വയസ്സ് വരെയുള്ള കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് കാണാൻ പാടില്ല എന്ന്. ഇവിടുത്തെ ഉമ്മമാരും അമ്മയും പറയുന്നത് എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളല്ല ഐറ്റിയൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ജനിക്കുമ്പം തന്നെ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ മറന്നുപോയി. നിങ്ങളെ കുട്ടികളുടെ തലച്ചോറ് നശിപ്പിക്കുന്ന, ജീവൻ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് കൊടുത്തതെന്ന്. WHO എന്ന് പറയുന്ന പൊട്ട സംഘടനയല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. ഇനി ഇൻസ്റ്റഗ്രാമിൻ്റെ മുതലാളിയും ഫേസ്ബുക്കിൻ്റെ മുതലാളിയും 6 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകന് ഇന്ന് വരെ ഫോൺ കളിക്കാൻ കൊടുത്തിട്ടില്ല. അടിയ വിഷയം നിങ്ങളോ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആരുടെ കുഴപ്പം? ഇത് കൊടുത്തതാരാ? നിങ്ങളിപ്പം ചെറിയ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ കൊടുത്ത് 16 വയസ്സാകുമ്പോൾ ഇഞ്ഞി കൊടുക്കരുത്, ഇങ്ങ് വാങ്ങുമെന്ന് പറയുമ്പോൾ ഈറ്റകൾ തന്നിട്ടില്ല എങ്കിൽ കുട്ടീൻ്റെ കുഴപ്പമായിട്ട് മനസ്സിലാക്കരുത്. അത് ആരുടെ കുഴപ്പമാണ്? നിങ്ങളെ കുഴപ്പമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സാധനം ഭീകരമാണോ എന്ന് വെച്ചാൽ ഒരിക്കലും ഭീകരമൊന്നുമില്ല. ഇതുപോലത്തെ ഉപകാരമുള്ളൊരു ഉപകരണം വേറെ ഇല്ല കേട്ടോ. ശരിയാണോ തെറ്റാണോ? മൊബൈൽ ഫോൺ ഭീകരമാണെന്ന് നിങ്ങൾ പറയണ്ട. മൊബൈൽ ഫോണിനെ പോലെ ഉപകാരമുള്ള സാധനം വേറെ ഇല്ല. പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇത്രയും വൃത്തികെട്ട വേറൊരു സാധനം ഈ ലോകത്തില്ല. അതാണ് എൻ്റെ ശരിക്കും. ശരിയല്ല, എല്ലാ ഉപകരണം അങ്ങനെ. കറണ്ട് നല്ലതാണോ? കറണ്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇത്രയും നല്ലൊരു സാധനമില്ല. അതേസമയം 2 കമ്പി നിങ്ങൾ വയറെല്ലാം എടുത്ത് കൈ ഒന്ന് കടിച്ചു നോക്ക്. നിങ്ങൾ കടിക്കുമോ? നിങ്ങൾ എന്താ കടിക്കാത്തത്? ചത്തുവോ നിങ്ങൾ? നല്ല ബോധമുണ്ടല്ലോ, ഒരൊറ്റ കുട്ടിയും തൊടൂലല്ലോ. എന്നാൽ കള്ള് കുടിച്ചാൽ ചത്തുവെന്ന് എല്ലാവർക്കും അറിയാം. കള്ള് കുടിച്ചാൽ ക്യാൻസർ വരും, സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരും, നല്ല ബോധമുണ്ട്. പക്ഷേ എല്ലാവരും വലിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? അപ്പം നിങ്ങൾ പറയും ബീവറേജ് ഇവിടെ തുറന്നു വെച്ചിട്ടല്ലേ. എല്ലാവരും പറഞ്ഞത് ബീവറേജ് പേരാമ്പ്രുള്ളതുകൊണ്ടല്ലേ, ബീവറേജ് പയ്യോളി ഉള്ളതുകൊണ്ടല്ലേ. ബീവറേജ് പയ്യോളി ഉള്ളതുകൊണ്ട് ഈ മരിക്കുമെന്ന് ബോധമുള്ള സാധനം നിങ്ങളെ മക്കളും നിങ്ങളും കുടിക്കണോ? അവിടെയാണ് വിഷയം. എന്നാൽ ബീവറേജിൻ്റെ തൊട്ടപ്പുറത്ത് എലിവിഷത്തിൻ്റെ പീടിയുണ്ടല്ലോ. എന്താ ഈ കള്ള് വാങ്ങുന്നവൻ 1 ഗ്ലാസ് കള്ളും 1 എലിവിഷവുമായി തിന്നാത്തത്? തിന്നൂടെ?
ഇപ്പോൾ എലിവിഷം തിന്നാൽ ചത്തുപോകുമെന്നുള്ള ബോധം ഇവിടുത്തെ മനുഷ്യന്മാർക്കുണ്ട്. കള്ളു കുടിച്ചാൽ ചത്തുപോകുന്നുള്ള ബോധം ഐറ്റേക്ക് ഇല്ല. ആ ബോധം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കുവാനും നമുക്ക് പറ്റിയില്ല. അതാണ് ഇവിടുത്തെ വിഷയം, വേറെ വിഷയമൊന്നുമില്ല. നിങ്ങൾ സിഗരറ്റിൻ്റെ വെട്ടിമേൽ ആരോഗ്യത്തിന് ഹാനികരം ക്യാൻസറിൻ്റെ ചിത്രമെല്ലാം വരച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സിനിമയിലും മദ്യം കുടിക്കുമ്പോൾ അടിയിലിങ്ങനെ ഓടിപ്പിച്ചിട്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാൽ അതും കുടിച്ചുകൊണ്ട് ഈ കള്ളും കുടിച്ചുകൊണ്ടല്ലേ സിനിമ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ സംസ്കാരത്തിൽ ശീലത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ ഉദ്ദേശം ഇതാണ്. ഈ മദ്യത്തിന് അടിമപ്പെടാത്ത, മയക്കുമരുന്നിന് അടിമപ്പെടാത്ത മനുഷ്യന്മാർ അതിലേക്ക് പോകരുത്. അതാണ് നമ്മുടെ ഉദ്ദേശം. പോയാൽ ചത്തുവും. അതുകൊണ്ട് ഇന്നു മുതൽ ചൊട്ടയിലെ ശീലം, നിങ്ങൾ മക്കളോട് ഇതുവരെ ഈ ശീലങ്ങളും ശീലക്കേടുകളും പറയും. നിങ്ങൾ പറയുന്നത് നിങ്ങളെ മക്കൾ ഒരിക്കലും അങ്ങനെ ആവില്ല. അങ്ങനെ ആവില്ല എന്ന് വിശ്വസിക്കുന്ന മക്കളുടെ ഉമ്മയുടെ ഉപ്പേൻ്റെ മക്കളാണ് അങ്ങനെ ആയിപ്പോവുക. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. എനിക്ക് സകല മനുഷ്യന്മാരും പേടിയാട്ടോ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ വലിയ പേടിയുണ്ട്. നിങ്ങൾ ഇപ്പോൾ എനിക്ക് നിങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് നാളെ കഞ്ചാവ് അടിച്ചിട്ട് ഇതിലൂടെ ഭ്രാന്തനായിട്ട് നടക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങൾ ഭ്രാന്തനായിട്ടെല്ലാം നടക്കുന്നത്. ഇവിടുത്തെ മുണ്ടെല്ലാം തലയിലിട്ടിട്ട് എന്ത് രസമായിരിക്കും നിങ്ങളെ നടക്കുന്ന തിരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നല്ല രസമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ അങ്ങോട്ടെല്ലാം അവൻ്റെ വേണ്ടി ഒളിച്ചു കൊടുക്കുന്നത് എന്ത് രസമാണ്. നിങ്ങൾ ഓടൂലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ചെക്കനെല്ലാം ഗുണ്ടയാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാളത്തെ ഭാവിയിലെ ഗുണ്ടയായി പോകുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഓനെല്ലാം കാണുമ്പോൾ അങ്ങനെ വേഗം എൻ്റെ പഠിച്ചോനെ ഗുണ്ടയായിട്ടുണ്ട്, ഓൻ്റെ അടിവിടെ കിട്ടിയാൽ പല്ല് പോകല്ലോ എന്നുള്ള പേടി. അതുകൊണ്ട് ആ ഗുണ്ടയിൽ നിന്ന് രക്ഷ നേടാനുള്ള സകല തന്ത്രങ്ങളും ഞാൻ ആവിഷ്കരിക്കുന്നുണ്ട്. നിങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കുട്ടീനെയും വിശ്വാസമില്ല. ഇവിടെ എന്തെന്നാണ് ഇവിടെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ പുയ്ത്തിന്, ദിവസവും പുയ്ത്തിന്. ഇവിടെ ഇന്നും ഒരു 14 വയസ്സുകാരൻ പോയിട്ടുണ്ട്. 17 വയസ്സുകാരൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് കല്യാണം വേണമെന്നാണ്. അപ്പം അവിടെയാണ് വിഷയം. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഇതെല്ലാം ഉണ്ട്. ആ സമൂഹത്തിൽ നമ്മളെ മക്കളും അതിലെല്ലാം പെട്ടു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ വയസ്സുകാലത്ത് ഞാനേ നീടെ പോവേനാ, ഞാനിവിടെ ഒളിച്ചോടുവേനാന്ന്. എനിക്ക് നിങ്ങൾ ഈ സംശയമാന്ന്. എനിക്കെല്ലാവരും സംശയം. കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് ഒളിച്ചോടിയ അമ്മേൻ്റെ പ്രായത്തിലെന്ന് പറയുന്നത് 83. കൂട്ടിക്കൊണ്ടുപോയ കാമുകൻ്റെ വയസ്സത്തിൽ അന്നേരങ്ങൾ 87. രണ്ടെണ്ണത്തിന് ഏടുന്നാ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന അറിയങ്ങൾ പറശ്ശിനിക്കടവെന്ന് പയര് തിന്നുന്നു. 2 എണ്ണം ആടെന്നാ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും കാമുകനെയും അറിയങ്ങൾ. പക്ഷെ നിങ്ങളെല്ലാം ഇപ്പം ചിരിച്ചില്ലേ? എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ 2 എണ്ണത്തിന് മജിസ്ട്രേറ്റിൻ്റെ അടുത്തെല്ലാം ഹാജരാക്കി രണ്ടാളും പിരിയുന്നൊരു രംഗം ഉണ്ടായിരുന്നു, കാമുകനും. ഞാൻ പറഞ്ഞു സാരയില്ല, നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം. ഇപ്പം നിങ്ങൾ രണ്ടാളും വേറെ പോയിക്കോളി. 87 എൻ്റെ അച്ചാച്ചൻ്റെ വയസ്സുള്ള ആളോടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ കാല് വിറച്ചിട്ടൊരു നിവൃത്തിയില്ല. കാരണം എന്താ അറിയോ? ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ 92 വയസ്സുണ്ട് എൻ്റെ അമ്മക്ക്. അടുക്കളയിൽ നിന്ന് അമ്മക്ക് എന്തെല്ലോ ഒരു കളി. എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കുന്നു. ഞാൻ വിചാരിച്ച് പഠിച്ചോൻ അമ്മയും പോകുന്ന കളി. കാരണം നിങ്ങളെപ്പോലെ അല്ലല്ലോ ഞാൻ. എനിക്ക് ഈ നാട്ടിൽ നടക്കുന്ന ഏത് സംഗതി എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്കയുണ്ട്. നിങ്ങൾക്കത് ആശങ്കയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ 92 വയസ്സുള്ള അമ്മേനെ 60% മാത്രമേ വിശ്വാസമുള്ളൂ. അവിടെ 40% വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇടക്കിടക്ക് ഞാൻ വിളിച്ചു നോക്കും അമ്മേനെ. ആ അമ്മ അവിടെ ഉണ്ടാ? നിങ്ങളാണെങ്കിൽ എൻ്റെ ഭാര്യ എടിയും പോവില്ല, എൻ്റെ അമ്മ എടിയും പോവില്ല. അതുകൊണ്ട് തന്നെ വിളിക്കൂല്ല. അതുകൊണ്ട് ഓർക്ക് ധൈര്യ, ആ പൊട്ടം വിളിക്കൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് എടിയും പോകാമെന്നുള്ളൊരു വിശ്വാസവും ധൈര്യവും ആർക്കുണ്ടാവും? വീട്ടുകാർക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മക്കളെ എനിക്ക് 1% വിശ്വാസമില്ല. 100. കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ പറ്റിച്ച് പണ്ടാരടക്കീന്. എൻ്റെ മോൻ എന്നെ അതിലും ഭയങ്കര ഭീകരമായി പറ്റിക്കുമെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യമാരെ വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളും ഭാര്യയല്ല എങ്ങനെ ഇപ്പം നല്ല ഇത് തന്നെയാ? നിങ്ങൾക്ക് എൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട് കേട്ടോ, മനസ്സിലായില്ലേ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്രശ്നം മൊത്തം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ ഭാര്യയായിട്ട് എങ്ങനെ ഇപ്പോൾ ഭയങ്കര ഭാര്യയും ഭർത്താവല്ല ഐ ലവ് യു എന്നെല്ലാം പറയുന്നുണ്ടാ? അത് തന്നെയാ വിഷയം. ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിക്കുകയും ഐ ലവ് യു പറയുന്നതും കുട്ടി കണ്ടിട്ടില്ല എങ്കിൽ കുട്ടി കാണുന്ന സിനിമയിലുള്ള കാമുകനും കാമുകയും ഉമ്മ കൊടുക്കുന്ന ചൊട്ടയിലെ ശീലം ചുടലൊരു. അപ്പോൾ കുട്ടികൾ അമ്മയും അച്ഛനും പ്രണയിക്കുന്നത് കാണുന്ന ഒരു കുട്ടിക്കും മനസ്സിലാകുന്നത് എന്താ? കല്യാണം കഴിച്ചിട്ട് ഓളെയാണ് പ്രണയിക്കേണ്ടത്. ഇപ്പോൾ കേരള സമൂഹത്തിൽ കാണുന്നത് എന്താ? അച്ഛനും അമ്മയും കാണും, ഉപ്പയും ഉമ്മയും കാണുമ്പോൾ പൈസേൻ്റെ കണക്കും അറിയാം, അടികൂടുക. ഇങ്ങനെ അടികൂടുമ്പോൾ കുട്ടി കാണുന്നത് ഭാര്യയും ഭർത്താവ് അടികൂടുന്ന. അമ്മയമ്മേനെ ചീത്ത പറയുന്ന ഞാൻ സീരിയൽ പറഞ്ഞാൽ കാണുന്നത്. എൻ്റെ മോള് ചോദിക്കും 6ാം ക്ലാസ്സിൽ, അച്ഛ എനിക്ക് എപ്പോൾ കല്യാണോ? ഞാൻ തന്നെ നമ്മളെ ഇപ്പോഴേ കല്യാണോ? എന്നിട്ട് വേണം അമ്മയമ്മേനെ കൊല്ലുവേ. മനസ്സിലായില്ലേ? സീരിയൽ കണ്ട് എൻ്റെ മകളുടെ മനസ്സിലേക്ക് അമ്മയമ്മ എന്ന് പറയുന്ന സാധനം കൊല്ല ചെയ്യപ്പെടേണ്ടുന്ന, ചീത്ത വിളിക്കേണ്ടുന്ന ഒരു ബോധം നമ്മളെ മക്കളിലേക്ക് സീരിയലിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണോ വേണ്ടിയോ? ഏതെങ്കിലും സീരിയലും നല്ല ഭാര്യയും നല്ല ഭർത്താവിനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അപ്പോൾ ദിവസവും കാണുന്ന ഈ സംഭവങ്ങൾ നമ്മളെ മക്കളുടെ മനസ്സിലേക്ക് വല്ലാണ്ട് കടന്നു വരും. സിനിമയിൽ കള്ളു കുടിക്കുന്ന ഹീറോ, അവിടെയാണ് കേരളത്തിൽ ഞാൻ പറയും എപ്പോഴും കേരളത്തെ നശിപ്പിച്ച ഒരു സിനിമയുണ്ട്, പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ. ടീച്ചറെ പ്രണയിക്കുന്ന വളരെ ഗംഭീരമായിട്ട് ഒരു ഉണ്ടാക്കിയ ഒരു സിനിമ. അതിനുശേഷമാണ് കേരളത്തിൽ ഇങ്ങനെ മോശമായിപ്പോയെന്ന് എൻ്റെ വിശ്വാസം. അതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമ പറയുന്നതാണ് ഇതൊക്കെ സാർവത്രികമായിട്ട് ഇങ്ങോട്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ബോധം കുട്ടികളിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷെ നല്ല സിനിമകൾ യാഥാർത്ഥ്യം കാണിക്കുന്നുണ്ട് എങ്കിൽ അന്തം വിട്ട കുറേ ഇതിനെ വിശ്വസിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം തിന്മകൾ കടന്നു വരുമെന്നുള്ള ബോധം നിങ്ങൾക്കും എനിക്കും ഉണ്ടാണ്ടേ? അതിനെ അതിജീവിക്കാൻ അവരുടെ മുമ്പിൽ അഭിനയിക്കാൻ, ബാപ്പയായും ഉമ്മയും അഭിനയിക്കാൻ നമുക്ക് പറ്റാത്തിടത്തോളം കാലം നമ്മളെ മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ. അപ്പോൾ ഞാൻ കുട്ടികളെ കുറ്റം പറയില്ല. ഞാൻ ആരെയാണ് കുറ്റം പറയുന്നത്? എൻ്റെ മക്കൾ തലതിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് നിങ്ങളെ മക്കൾ പഠിക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. A+ കിട്ടിയോണ്ട് അത് ഗംഭീര കുട്ടിയാണെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ വടകര ഈ സംഭവം നടക്കില്ലല്ലോ. കഴിഞ്ഞ ദിവസം MBBS കഴിഞ്ഞ ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറല്ലേ ഒളിച്ചോടി പോയത്? അതറിയാം നിങ്ങൾ? ഗോൾഡ് മെഡലിസ്റ്റ് ഡോക്ടർ ഒളിച്ചോടി, പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടി, സകലയിടത്തും വല വിരിച്ച്, കൊയിലാണ്ടിൽ നിന്ന് കിട്ടി വലയിൽ. ഡോക്ടറെയും കാമുകനെയും കിട്ടി കൊയിലാണ്ടിൽ നിന്ന്. ചിരിച്ച് മരിച്ചു വയ്ക്കെല്ലാവരും. ഈ ഡോക്ടർ സുന്ദരിയായ ഒരു പെൺകുട്ടി, ഓളെ കാമുകനങ്ങളൊന്ന് കാണണം. കൈതച്ചക്കൻ്റെ മുടിയും ഇങ്ങനത്തെ ഒരു താടിയും ട്രൗസർ ഇട്ടിക്കൊന്ന് വെച്ചാൽ ഇട്ടിക്കില്ലെന്ന് വെച്ചാൽ ഇട്ടിക്കില്ല. SI ഇങ്ങനെ വിക്കറ്റ് കീപ്പറെ പോലെ അവൻ്റെ വയ്യന്നെ ഇങ്ങനെ നടക്കുക. അതിനെ വിക്കറ്റ് കീപ്പർ പോലെ നടന്നതെന്ന് അറിയാം. അഥവാ അവൻ്റെ പാൻറ്റാറ്റം കഴിഞ്ഞു പോയിക്കണ്ടേ പോലീസ് കഴിച്ചാന്ന് പറയും. അതാണ് അത് കഴിഞ്ഞു പോകാണ്ടിരിക്കാൻ. കാരണം വീഡിയോ ഇപ്പം ഫോട്ടോ എടുത്തിട്ട് എപ്പോൾ ഇടാലോ. ഓൻ്റെ മുടിയും ഓൻ്റെ താടിയും ഓൻ്റെ ഡ്രസ്സെല്ലാം അവൻ്റെ അവകാശമാണ്. പക്ഷേ ഓൻ 7 മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്. അങ്ങനെ MBBS A+ കിട്ടിയ, LSS കിട്ടിയ, USS കിട്ടിയ, റാങ്ക് മെഡൽ ഗോൾഡ് മെഡലിസ്റ്റായി MBBS ഡോക്ടർ കണ്ടുപിടിച്ച ചെക്കൻ 7 മയക്കുമരുന്ന് കേസിലെ പ്രതിയാണെങ്കിൽ കുട്ടിക്ക് എന്താ തിരിച്ചറിവ്? ഇവരെ ഇത് കണ്ടതോടുകൂടി സകല കള്ളന്മാരോടൊക്കെ ചിരിച്ചു. അങ്ങനെ ഭാര്യ ഇവളിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് ഡോക്ടറെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ വെറുതെ ചോദിച്ചാ. ഇപ്പോൾ ഡോക്ടറെ നോക്കി, ഡോക്ടർക്കും പിന്നീട് ചിരി വന്നു കേട്ടാ. ഡോക്ടർ അന്നേരത്താണ് നല്ലോണം നോക്കിയത്. നോക്കുമ്പോഴാണ് ഡോക്ടർക്കും ചിരി വന്നത്. ഡോക്ടർ പറഞ്ഞ് പോലീസേ നിങ്ങൾ പറയണം. ഞാൻ പറയാം ഞാൻ ചെയ്ത തെറ്റാണോ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞോളി ഞാൻ കേൾക്കാം. ആ ഡോക്ടർ എന്നോട് പറയുന്നതറിയോ? ഈ ചെക്കനാണ് എനിക്ക് ആദ്യമായി ഉമ്മ തന്നത്. അങ്ങനെ ആദ്യമായി ഉമ്മ തന്നാൽ എൻ്റെ ചാരിത്രം പോയില്ലേ പോലീസേ? ഞാൻ എന്നൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ചാരിത്രം പോയിനാ? എനിക്കാകെ. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും ടെൻഷനായാ? ഒരു ചങ്ങാതി ഡോക്ടർക്ക് ഒരു കോന്തപ്പന് ഉമ്മ കൊടുത്തപ്പോൾ ഡോക്ടർ പറയാ എൻ്റെ മാനവും എൻ്റെ ചാരിത്രമെല്ലാം പോയി, അതുകൊണ്ടാണ് ഞാൻ ഓൻ്റെ പോയെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനായാ? എനിക്കായി. എൻ്റെ ഇളയ മോള് എൻ്റെ മൂത്ത മോൾ എത്രയല്ല 6ാം ക്ലാസ്സിൽ. ഞാനാണെങ്കിൽ ഇന്ന് വരെ ഉമ്മ കൊടുത്തില്ല. ഞാൻ വിട്ട് ഉച്ചക്ക് വണ്ടി എൻ്റെ അടുത്തേക്ക് വിട്ട് ലീവെടുത്ത് വിട്ട് നോക്കുമ്പോൾ കോനാലിരിക്കുന്നുണ്ട് 6ാം ക്ലാസ്. ഞാൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചൊരു 5-8 ഉമ്മ കൊടുത്തു. ഉമ്മ. ഭാര്യ ചോദിച്ചു നിങ്ങളെന്തെന്നായി കളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇത് അതൊന്നും അല്ല, എന്നോട് പറഞ്ഞുതരാം പിന്നെ കൊടുക്കട്ടെ ഉമ്മ. ഞാൻ കെട്ടിപ്പിടിച്ചത് 5-8 ഉമ്മ കൊടുത്തിട്ട് ഓളിത് ചോദിക്കുമ്പോൾ നേരത്തെ ഓളിയും കെട്ടിപ്പിടിച്ചൊരു 5-8 ഉമ്മ കൊടുത്തു. ഉമ്മ. ഓള് ചോദിച്ചു നിങ്ങൾ ഇതെന്തെന്നാ നിങ്ങൾക്ക് പറ്റിയെന്ന്. ഓള് ഇതുവരെ ഇല്ലാത്ത സംഭവമാണല്ലോ. ഞാൻ എന്തിനാ ഈ ഉമ്മ കൊടുത്തത്? എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് റോഡ് മുക്കൂടി നടന്നിട്ടാണ് സ്കൂളിൽ പോന്നെ. ഏതെങ്കിലും കോന്തപ്പെ ആ പീഡിയൻ്റെ ബേക്കിലാറ്റം കൂട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ മോക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അന്തം വിട്ട ഡോക്ടർ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊട്ടത്തെ എൻ്റെ മോളെന്ത് പറയും? ചരിത്രം പോയി അച്ഛാ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൾ. ആ ചരിത്രം പോകാതിരിക്കാൻ ഇനി എനിക്ക് ധൈര്യമായി. ഇനി എൻ്റെ മോക്ക് ആരെങ്കിലും ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓള് പറയും പോട് പൊട്ട, ഇതല്ല എൻ്റെ അച്ഛൻ ദിവസവും തരുന്നതാ പൊട്ട എന്ന് പറയാൻ എൻ്റെ 6ാം ക്ലാസ്സുകാർക്ക് നട്ടലുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് അച്ഛനാണ്? ഭാര്യയ്ക്ക് എന്തിനാ കൊടുത്തേ? ഞാൻ 3 ദിവസമായി എൻ്റെ അടുത്ത് ഇങ്ങ് പോന്നിട്ട്. ഇന്നലെയും പോയിക്കില്ല, മിഞ്ഞാന്നും പോയിക്കില്ല, നാളെയും പോയില്ല. ഓള് കാണുന്ന സീരിയലിലും സിനിമയിലെല്ലാം കെട്ടിപ്പിടുത്ത ഉമ്മൻ തന്നെയാണ്. ഇനി അഥവാ ഒക്കാറ്റം പെട്ടെന്നൊരു ഉമ്മക്കാറ്റം മുട്ടിയിട്ടുണ്ട് എങ്കിൽ അന്തം വിട്ട കുറേ ആളുകൾ ഈ ലോകത്തുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ട് കൊടുക്കാൻ റെഡിയായിട്ട്. പക്ഷെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു 25 ഉമ്മ കൊടുത്തതിനാ. ഈ ഉമ്മ ഇങ്ങനെ കാണുമ്പോൾ നോക്ക് ഓർമ്മ വരണം, ഇന്നലെ തന്നിട്ടല്ലോ പഠിച്ചോനെ, ഓറ് നല്ലോറാന്ന് തോന്നിക്കേണ്ടിയിട്ടാണ് അന്തം വിട്ട. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൊടുക്കേണ്ടടുത്തല്ല ഉമ്മ കൊടുത്തോളണം കേട്ടാ. നിങ്ങൾ വാരിക്കെല്ലാം കൊടുക്കലുണ്ടാ?
കൊടുത്തിക്കില്ല ഭാര്യമാരെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ തരും, ആരും ഓടരുത്, നമുക്ക് നിങ്ങളെ പയ്യൻ ഓടുവാനാവില്ല. നിങ്ങൾ മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ മക്കൾക്ക് ഉമ്മ കൊടുക്കാൻ കുറേ ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ള നല്ല ബോധം വേണം. ഞാൻ കഴിഞ്ഞ ദിവസം പടയര ക്ലാസ് എടുത്തപ്പോൾ ഭർത്താവോട് ചോദിച്ചല്ല നിങ്ങൾ കൊടുക്കുന്നോ ഞാൻ കൊടുക്കണോന്ന്. ഭർത്താവ് പറഞ്ഞു ഇനി എന്നെ കൊടുത്ത് ഇനി എന്നെ അങ്ങ് കൂട്ടിക്കോ, പണ്ടാരത്തിനെ ഒഴിവാക്കണം കളിക്കുവാന്ന്. മനസ്സിലായില്ലേ? ഇതൊന്നും വേണ്ടട്ടോ, ഇതെല്ലാം എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്.